ബാംഗ്ലൂർ സൗത്ത് ഇന്ത്യയിലെ BJPയുടെ ഏറ്റവും വലിയ ഒരു പരീക്ഷണശാലയായിരുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന നഗരമണ്ഡലങ്ങളിൽ പലയിടത്തും പ്രചാരണം നടത്തി. അവിടെ എല്ലാം BJP തോറ്റുപോയി. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് അതിജീവനം സാധ്യമാവില്ല എന്ന്, പുതിയ നഗരങ്ങൾ ഉണ്ടാവില്ല എന്ന്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാർ എന്ത് ചെയ്തു? ഈ ഡിവിസീവ് പൊളിറ്റിക്സിനെ എടുത്തങ്ങോട്ട് കളഞ്ഞു. അവിടുത്തെ VC ആസിഫ് നസർ എന്ന് പറയുന്ന കക്ഷിയെ അവിടെ VC ആയി നിയമിക്കുമ്പോൾ തന്നെ വലിയ പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ABVPയുടെ പ്രവർത്തകനായിരുന്നു, RSSുമായി ചേർന്ന് നിൽക്കുന്ന ആളും RSSൻ്റെ ആശയത്തോട് പ്രതിപത്തിയുള്ള ആൾ എന്ന നിലയ്ക്ക് വിമർശനം കേട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ജാമിയ മില്ലിയയുടെ തലപ്പത്ത് വെക്കുന്നത് എന്തിനാണ്? നരേന്ദ്രമോദിക്ക് താല്പര്യമുള്ള, RSSനും സംഘപരിവാറിനും താല്പര്യമുള്ള പരിപാടികൾ നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി വെക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് നടപ്പിലാക്കും. അപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലായിടത്തും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ എല്ലാം തലപ്പത്ത് അവരവരുടെ രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവന്ന് നിയമിക്കുന്നു. അവയെല്ലാം രാഷ്ട്രീയ ബോധ്യമുള്ള വിദ്യാർത്ഥികൾ ചെറുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയെല്ലാം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, വിവിധ സർവകലാശാലകളിൽ, കേന്ദ്ര സർവകലാശാലകൾ നടന്നുള്ള പ്രൊട്ടസ്റ്റുകൾ കണ്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള നജീബുമാരെ കാണാതാവലുകൾ, രോഹിത് വെമുലമാരുടെ ആത്മഹത്യകൾ, എന്തെല്ലാം നമ്മൾ കണ്ടു. അത് ഈ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഒരു കാവ്യവൽക്കരണ നീക്കവും അതിനുള്ള റെസിസ്റ്റൻസും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇന്ത്യ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ അത്ഭുതമൊന്നുമില്ല. ഇപ്പം മീഡിയ, അതായത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം, ഇതിനൊക്കെ ഇൻഡെക്സിൽ നമ്മളിപ്പോൾ എവിടെയാണ്? മാധ്യമ പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ 160-ാം സ്ഥാനത്ത് കണ്ട 180-ൽ. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് എന്ന് കാണണം. രണ്ടാമത്തേത്, ഇതിങ്ങനെ നേരത്തെ നാസർക്ക് പറഞ്ഞ പോലെ ചരിത്രപരമായ ചരിത്രത്തിൻ്റെ ഒരു നിഷേധം കൂടിയാണ്. ജാമിയ മില്ലിയയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ, സ്റ്റേറ്റിനെതിരെ, എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ സംസാരിക്കരുത് എന്ന് പറയുന്നത് ജാമിയ മില്ലിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആണിക്കലിനോടുള്ള ഒരു നിഷേധമാണ്. രണ്ടാമത്തേത്, വിദ്യാർത്ഥികളോട് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറഞ്ഞാൽ നിയമപരമായും സാങ്കേതികപരമായും എന്താണ് അതിൻ്റെ ലീഗലി ബൈൻഡിങ് ആണ്. സർക്കാർ സർവീസിലിരിക്കുന്ന ആളുകൾ ഭരണകൂടത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല. ഭരണകൂടത്തിനെതിരെ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് അവർക്ക് പരിമിതിയുണ്ട്. സർക്കാർ പോളിസിക്കെതിരെ സംസാരിക്കുന്നതിന് പ്രശ്നമുണ്ട്. വിദ്യാർത്ഥികൾക്ക് എന്താണ്? അത്തരം ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുപാടുകൾ വിദ്യാർത്ഥികൾക്കില്ല. ലോകത്തിൻ്റെ ചരിത്രം എടുത്താലും, ഇന്ത്യയുടെ ചരിത്രം എടുത്താലും, കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും ഒക്കെ തന്നെയും വിദ്യാർത്ഥികൾ അവർക്ക് നിർണായകമായ സാമൂഹിക സമര പ്രസ്ഥാനങ്ങളിലെല്ലാം ഭാഗമായിരുന്നതാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുപാടുകൾ അതിനില്ല. അതുകൊണ്ട് നിങ്ങൾ മുദ്രാവാക്യം ഭരണകൂടത്തിനെതിരെ വിളിക്കരുത് എന്ന് പറയുന്നതിന് ഇനിയിപ്പോൾ കോടതി വ്യവഹാരമായി മാറിയാൽ പോലും ഈ രജിസ്ട്രാർഡ് ഓർഡർ നിലനിൽക്കാൻ പോകുന്ന ഒന്നല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വിദ്യാർത്ഥികൾ, ചില അരാഷ്ട്രീയവാദികളായ മനുഷ്യർ പറയും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്, കോളേജിൽ പോകുന്നത് പഠിക്കാനാണ്. അങ്ങനെയാണോ? കോളേജിൽ പോകുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നതല്ല. കോളേജിൽ പോകുന്ന മനുഷ്യൻ രൂപപ്പെടാൻ പോകുന്ന മനുഷ്യനാണ്. സാമൂഹികമായ രൂപപ്പെടൽ സംഭവിക്കുന്നത് അവിടെയാണ്. രാഷ്ട്രീയമായ ബോധ്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അവിടെയാണ് നമുക്ക് ഭരണകൂടത്തോടും നമ്മുടെ സിസ്റ്റത്തോടും നമ്മുടെ നിയമങ്ങളോടും ഒക്കെയുള്ള നമ്മുടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവുകയും അതിനോട് നമ്മൾ എൻഗേജ് ചെയ്യുകയും ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള സാമൂഹിക രൂപീകരണ പ്രക്രിയയിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന അവിടെ വെച്ചാണ്. അവിടെ നിങ്ങൾ നിശബ്ദരായിരിക്കൂ. ഭരണകൂടത്തോടുള്ള നിങ്ങളുടെ ഒരു വിയോജിപ്പും രേഖപ്പെടുത്താൻ പാടില്ല. വരിക, പഠിക്കുക, പോവുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം സത്യത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അന്തസത്തയെ ചോർത്തിക്കളയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ കാണേണ്ട കാര്യം സേഫു, ലോകത്തെ എല്ലാ ഏകാധിപതികളും യുവതയെ ഭയപ്പെടും, വിദ്യാർത്ഥികളെ ഭയപ്പെടും. കാരണം അവരുടെ ഒരു പ്രത്യേക കാലയളവിൽ എപ്പോഴും നമ്മുടെ രാഷ്ട്രീയം ചൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ യുവത്വത്തിൻ്റെ, നമ്മുടെ വിദ്യാഭ്യാസ കാലത്തിലാണ്. തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ പൊളിറ്റിക്സ് ചൂസ് ചെയ്യുന്നത്. അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. വിദ്യാർത്ഥികൾ ഏറ്റവും ജെന്യുവിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്ന പോലും അവരുടെ ഒരു പഠനകാലത്തായിരിക്കും. അവിടെ മനുഷ്യർക്ക് ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ആ ജീവിത പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയും സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ എടുത്തുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന അപകടം ചെറുതാണോ? ഇപ്പോൾ നമ്മുടെ ഉദാഹരണം നമ്മൾ എപ്പോഴും പറയാറില്ല, ബാംഗ്ലൂർ സൗത്ത് ഇന്ത്യയിലെ BJPയുടെ ഏറ്റവും വലിയ ഒരു പരീക്ഷണശാലയായിരുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന നഗരമണ്ഡലങ്ങളിൽ പലയിടത്തും പ്രചാരണം നടത്തി. അവിടെ എല്ലാം BJP തോറ്റുപോയി. നോക്കൂ, ഇന്ത്യയുടെ IT ഹബ്ബ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സിറ്റിയിൽ ചെറുപ്പക്കാർ എല്ലായിടത്തു നിന്നും വന്ന് സമ്മേളിക്കുന്ന ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി അൺപോപ്പുലറായിപ്പോയി. എന്തുകൊണ്ടായിരിക്കും? വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് അതിജീവനം സാധ്യമാവില്ല എന്ന്, പുതിയ നഗരങ്ങൾ ഉണ്ടാവില്ല എന്ന്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാർ എന്ത് ചെയ്തു? ഈ ഡിവിസീവ് പൊളിറ്റിക്സിനെ എടുത്തങ്ങോട്ട് കളഞ്ഞു. അവിടെയാണ് മോദിയുടെ റോഡ് ഷോ പോലും ഗുണപ്പെടാതെ പോയത്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും അവർ വിപ്ലവാത്മകമായി ചിന്തിക്കുകയും പുതിയ തുറസ്സുകൾ ആഗ്രഹിക്കുകയും പുതിയ പ്രഭാതങ്ങളെ സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണ്. അവരെ അടിച്ചമർത്തുക എന്നത് ലോകത്തെല്ലായിടത്തും ഏകാധിപതികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് കാണുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത്. ഇത് കൂടുതൽ അപകടമാവുകയുള്ളൂ. എന്തുകൊണ്ട്? ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മോദി റൂളിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുപാട് കാരണങ്ങളുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉള്ളത്.
അപ്പോൾ അതാ പുതിയൊരു കാരണം കൂടെ വന്നിരിക്കുന്നു. റൂളിനെതിരെ മിണ്ടാൻ പാടില്ല. അതെന്തായിരിക്കും സംഭവിക്കുക? കൂടുതൽ ആവേശകരമായി ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ സംസാരിക്കാൻ കൂടുതൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയാവും അത് ചെയ്യുക. ഇതിപ്പോൾ ABVP പശ്ചാത്തലമുള്ള RSSനോട് ആഭിമുഖ്യമുള്ള മോദി തനിക്ക് വേണ്ടി പണിയെടുക്കുമെന്ന് വിചാരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ള ഒരു VC നടത്തി പുറത്തു നിന്നുള്ള ഉത്തരവാണ്. ഇത്തരം ഉത്തരവുകൾക്ക് ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ അടക്കി നിർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് നിഷ്ഫലമായി പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല താനും.